കീമിൻ്റെ കീഴിലുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ 2ാം റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ്റെ അവസരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2ാമത്തെ റൗണ്ടിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൺഫർമേഷനാണ്. ഇതിൽ ഓപ്ഷൻ കൺഫേം ചെയ്യാത്ത കുട്ടികളെ ആ റൗണ്ടിൽ പരിഗണിക്കില്ല. കോഴ്സുകൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി, ഈ പറഞ്ഞ കോഴ്സുകളുടെ 2nd റൗണ്ട് അലോട്ട്മെൻറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യണം, എങ്കിലും മാത്രമാണ് നിങ്ങളെ ആ റൗണ്ടിൽ പരിഗണിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു റൗണ്ട് 1 ഒരു സീറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾക്ക് റൗണ്ട് 1 മതി, വേറെ ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്യേണ്ട, നിങ്ങളുടെ ആ സീറ്റ് അവിടെ ഉണ്ടാവും. നിങ്ങളെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഇനി റൗണ്ട് 1 നിങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്യണം ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ. അപ്പോൾ അതിന് നിങ്ങൾ കീമിൻ്റെ സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി നിങ്ങളുടെ ഓപ്ഷൻ കൺഫേം ആയി. ഇനി എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് കിട്ടിയതിന് മേലെ 4-5 ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ പുതിയതായിട്ട്, അതായത് ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കോളേജും ഒരു കോഴ്സും നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യ റൗണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. റൈറ്റ്. ഇതിനുള്ള സൗകര്യം ഒക്ടോബർ 2-ാം തീയതി രാത്രി 11:59 വരെ മാത്രം. സൈറ്റ് c.kerala.gov.in എന്നുള്ള സൈറ്റിലാണ്. ഇനി ശ്രദ്ധിക്കുക, ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ കിട്ടിയവരും ഓപ്ഷൻ നൽകിയിട്ടും ഈ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും, ഈ 2 കൂട്ടരും ഇതിന് നിങ്ങൾ 2ാം റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തേ പറ്റൂ. ഇനി ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത കുട്ടികളുടെ ഈ പറഞ്ഞ ഓരൊറ്റ ഓപ്ഷനും അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. അപ്പോൾ ഹയർ ഓപ്ഷൻസ് റദ്ദാവും, അവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. ഇപ്പോൾ റൗണ്ട് 1 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് അവിടെ ഉണ്ടാവുമെന്ന് മാത്രം. ഇനി ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ നേടിയിട്ട് അല്ലെങ്കിൽ ഇപ്രാവശ്യം അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ നിങ്ങൾ റിസൈൻ ചെയ്താൽ, TC വാങ്ങിയാൽ, അപ്പോഴും എന്ത് ചെയ്യും? ഹയർ ഓപ്ഷൻസ് റദ്ദാവും. അത് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ റിസൈൻ ചെയ്താലും 2nd റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് റിസൈൻ ചെയ്താലും ഒക്കെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കൂല. പിന്നെ നിങ്ങളെ 3ാമത്തെ റൗണ്ട് വരെ പരിഗണിക്കില്ല. ഇനി 2ാം റൗണ്ടിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ആ സീറ്റ് ഉണ്ടാവും, ഹയർ ഓപ്ഷൻസ് കിട്ടില്ല എന്ന് മാത്രം. ഒക്ടോബർ 2-ാം തീയതി രാത്രി 11:59 വരെ കൊടുക്കുന്ന ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 4-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ ഫീസ് അടയ്ക്കുക, ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും ഡീറ്റെയിൽ പറയാം. ഒരിക്കൽ കൂടി അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. 27-ാം തീയതി ഈ ഓപ്ഷൻ കൺഫർമേഷൻ്റെ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. 2-ാം തീയതി രാത്രി 11:59 വരെ അതിനുള്ള സമയമുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടാവില്ല. ഒക്ടോബർ 3-ാം തീയതി ടെമ്പററി, അതായത് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 4-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഈ ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഉണ്ടാവും എന്നുവരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ആ സമയത്ത് 9-ാം തീയതി വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഓപ്ഷൻ ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഒപ്പം ഉണ്ടാവും. ഇന്നുവരെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആ വീഡിയോടൊപ്പം പറയാം. അതുപോലെ ഫീസ് നിരക്കൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ഫീസ് നിരക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ കാണാം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ തൽക്കാലം 2023-24 കാലത്തെ ഫീസാണ് അടയ്ക്കേണ്ടത്. ഉത്തരവ് വരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ഫീസ് അടയ്ക്കേണ്ടി വരും. അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന SC, ST, OEC കാൻഡിഡേറ്റിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് ഇളവുണ്ടാവും. അതുകൊണ്ട് അവർ അടയ്ക്കേണ്ടി വരില്ല. അതൊക്കെ ഞാൻ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് 2ാമത്തെ റൗണ്ടിന് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ കൂടി വെച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും, അതായത് ജോയിൻ ചെയ്യും, അവിടെ തുടരും എന്നുറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷൻ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2ാമത്തെ റൗണ്ടിൽ കിട്ടിയാൽ അവിടെ ജോയിൻ ചെയ്യും. ഇനി ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വയ്ക്കാം. എന്നിരുന്നാലും കിട്ടിയാൽ പോവില്ല എന്ന് നിങ്ങൾക്കൊരു കോളേജ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി അപ്ഡേറ്റുകളും മറ്റും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ എന്തിലും ഉണ്ടാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.